യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായമാണ് നമ്മുടെ പാഠ്യഭാഗം, പഠനഭാഗം. അതിൽ ഒടുവിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് 41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിലെ 5-ാമത്തെ ചോദ്യമാണ്. ഈ അധ്യായത്തിലെ 5-ാമത്തെ ചോദ്യത്തെ അടിസ്ഥാനമാക്കി ഉള്ള സത്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഈ 5-ാമത്തെ ചോദ്യം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം, ആളത്വം സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. യേശുക്രിസ്തു യോസേപ്പിൻ്റെ പുത്രൻ അല്ലയോ? അത് അവരുടെ ആത്മീയ അജ്ഞതയിൽ നിന്ന് ഉണ്ടായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് കർത്താവ് മറുപടി നൽകി വരികയാണ്. നമ്മൾ വായിച്ചത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് 43, 44 വചനങ്ങളാണ്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. 45-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞ കാര്യമാണ്. എൻ്റെ പിതാവ് ആകർഷിക്കണം. ആകർഷിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചു. ബാഹ്യമായൊരു ശക്തിയാണ്. അത് അപ്രതിരോധ്യമായ ഒരു ശക്തിയാണ്. ആ ശക്തിയുടെ, അഥവാ അദൃശ്യമായ അപ്രതിരോധ്യമായ ആ ശക്തിയുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തിക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അത്രയും കട്ടികൂട്ടിയാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അത് ആശയം മനസ്സിലാക്കാൻ ഇത്രയും വാചകങ്ങൾ പറയേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ ചില വേദവചനങ്ങളും കാണുകയുണ്ടായി. ഇനി രണ്ടാമത് കർത്താവ് പറഞ്ഞത്, ഒന്ന്, എൻ്റെ അടുക്കൽ ഒരു വ്യക്തി വരണമെങ്കിൽ ദൈവത്താൽ ആകർഷിക്കപ്പെടണം. കൂടാതെ രണ്ടാമതിവിടെ നമ്മൾ കാണുന്നത് 45-ാം വാക്യത്തിലാണ്. അവിടെയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന ഭാഗം. ഒടുവിൽ നമ്മൾ ധ്യാനിച്ച ഭാഗം അതാണ്. ആ വചനം നമ്മൾക്കൊന്ന് വായിക്കാം. എല്ലാവരും, 45-ാമത്തെ വചനം, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും. ഇവിടെ ആദ്യം ഞാനൊരു സത്യം പറയട്ടെ. ദൈവത്തിൽ നിന്ന് കേട്ട് പഠിച്ചവൻ അല്ല. നോക്കണം, പിതാവിനോട് കേട്ട് പഠിച്ചവൻ, ബഹുവചനമല്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വ്യക്തിപരമായിട്ടാണ് ആളുകൾ ചെല്ലുന്നത്. വ്യക്തിപരമായിട്ടാണ്, അല്ലാതെ സാമൂഹ്യമായിട്ടല്ല. വ്യക്തിപരമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. ആ വാക്ക് അത് വളരെ, നമ്മൾ ഇനിയും അതേ വചനം തന്നെ, ഈ ഏകവചനം ഇവിടെ ഉപയോഗിക്കുന്നത് കാണാം. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ. ആരെ പിതാവ്? വ്യക്തിപരമാണ്. പിതാവ് ഓരോ വ്യക്തിയെ ആകർഷിച്ച് പുത്രന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. മാത്രമല്ല, യേശുദാവും അതിന് തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച കാര്യമാണ്. പിതാവ് തരികയാണ്. ഈ 3 വചനങ്ങൾ പ്രത്യേകം ഓർക്കണം. ഈ 3 വചനങ്ങളല്ല, 3 ആശയങ്ങൾ. ഒന്ന്, പിതാവ് പുത്രന് കൊടുക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. 2, പിതാവ് പുത്രങ്കിലേക്ക് ആകർഷിക്കുന്നു. 3, പിതാവ് പുത്രനെ കുറിച്ച് പഠിപ്പിക്കുന്നു. കേട്ടോ? ഇത് വാസ്തവം പറഞ്ഞ് ഞാനും അത്ഭുതപ്പെട്ടു പോയ ഒരു സത്യമാണ്. ഈ നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങൾ ധ്യാനിച്ചപ്പോൾ, പഠിച്ചപ്പോഴാണ് ഞാനും അത്ഭുതപ്പെട്ടു പോയത്. എന്തുകൊണ്ടാണ് എല്ലാവരും യേശുവിൻ്റെ അടുക്കൽ യേശു സ്നേഹിക്കുന്നു,
യേശു രക്ഷിക്കുന്നു, യേശു കുരിശിൽ മരിച്ചു, യേശു ക്രിസ്തു എല്ലാവർക്കും നല്ലവനാണ്, യേശു ക്രിസ്തു രക്ഷ തരുന്നു, ഇതെല്ലാം ജനം കേൾക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇവർ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് ജനം യേശുവിന്റെ അടുക്കൽ വരുന്നില്ല? ആ ചോദ്യത്തിന്റെ 3 മറുപടികളാണ് ഇവിടെ കണ്ടത്. 1, പിതാവ് കൊടുക്കണം. 2, പിതാവിനാൽ ആകർഷിക്കപ്പെടണം. 3, പിതാവ് പഠിപ്പിക്കണം. ദൈവം പഠിപ്പിക്കണം. എങ്കിലേ ഒരു വ്യക്തിക്ക്, നോക്കണം, ഒരു വ്യക്തിക്ക് വ്യക്തിപരമാണ്. പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം, പിതാവിനോട് പഠിച്ചവൻ എല്ലാം യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വചനം എഴുതിയിട്ടിട്ടുണ്ടല്ലോ അല്ലേ? യെശയ്യാവ് 54:13 വാക്യമാണ് ഇവിടെ കർത്താവ് ഉദ്ധരിക്കുന്നത്. പിതാവിനോട് പഠിക്കുക എന്നുള്ളത് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയിൽ ആത്മീക സത്യങ്ങൾ എത്തേണ്ടതിന് അതിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ആ ഭാഗം നമ്മൾക്ക് തുടങ്ങാം. എന്താ? 6 മാർഗങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 6 മാർഗങ്ങൾ. ഒരു വ്യക്തിയിൽ ദൈവിക സത്യങ്ങൾ, ആത്മീക സത്യങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ, ബൈബിൾ സത്യങ്ങൾ അഥവാ ഡിവൈൻ ട്രൂത്ത്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം, ദൈവിക സത്യങ്ങൾ ഒരു വ്യക്തിയിൽ എത്തണമെങ്കിൽ അതിന് കുറഞ്ഞത് 6 മാർഗങ്ങളുണ്ട്. അത് വേദപുസ്തകം വ്യക്തമാക്കുന്നതാണ്. അത് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. 1, റോമാലേഖനം. അത് റോമാലേഖനം പഠിച്ചപ്പോൾ വിശാലമായി നമ്മൾ ചിന്തിച്ചതാണ്. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന മിക്ക പേർക്കും മനഃപ്പാഠമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കത് മനഃപ്പാഠമാണ്. 1:20 അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. കണ്ടോ? ലോകത്തിലെ ഒരു മനുഷ്യനും ദൈവമില്ലെന്ന് പറയാൻ കഴിയുകയില്ല. മാത്രമല്ല ദൈവത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ദൈവികത്വം, ദിവ്യത്വം ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവം ആ ആത്മീക സത്യം വെളിപ്പെടുത്തിയത്? ഞാൻ കഴിവതിൽ ലളിതമാക്കിയാണ് പറയുന്നത്. ദൈവം ആ സത്യം എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? മലയാളം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്പം വ്യത്യാസപ്പെടുത്തിയാണ്. ഞാൻ ശരിയായിട്ടൊന്ന് അത് തർജ്ജമ ചെയ്ത് പറയാം. ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവിടുത്തെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടിയിലൂടെ, ആ ലോക സൃഷ്ടി അവിടെ നമ്മുടെ മലയാളം ബൈബിൾ, നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഉപയോഗിക്കുന്ന ലോക സൃഷ്ടി മുതൽ എന്നാണ് കേട്ടോ. ലോക സൃഷ്ടി മുതൽ എന്നല്ല, ലോക സൃഷ്ടിയിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഇനി ലോക സൃഷ്ടി എന്ന് പറഞ്ഞാൽ ലോകം എന്നുള്ളതിന് നമ്മൾ പണ്ട് പഠിച്ചതാണ്. കോസ്മോസ് എന്ന വാക്കാണ്, പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം എന്ന പുസ്തകം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരാളിന്റെ ഉപദേശം വേണ്ട ആ വ്യക്തിക്ക് ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. കേട്ടോ? ഇതൊക്കെ വലിയ സത്യങ്ങളാ ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. ഈ പ്രപഞ്ചം കാണുന്ന, ഈ പ്രപഞ്ചത്തിലെ ശബ്ദങ്ങൾ കേൾക്കുന്ന, ഈ പ്രപഞ്ച സൃഷ്ടിയിലെ ഓരോ ജീവജാലങ്ങളെയും പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ധാർമ്മിക പ്രബോധകന്റെയും പഠനമോ
ഒരു മതഗ്രന്ഥത്തിന്റെ ആവശ്യമോ കൂടാതെ ഒരു ദൈവമുണ്ട് എന്ന് അറിയാൻ സാധിക്കും. ആ ദൈവത്തിന്റെ സ്നേഹം അറിയാൻ കഴിയും. അതൊക്കെ ഞാൻ ഇത് പറയാൻ നിന്നാല് ഈ ഒരൊറ്റ ആശയം കൊണ്ട് ഇന്നത്തെ ക്ലാസ് അങ്ങ് പോയി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടോട്ട് തിരിയാനേ ആഗ്രഹിക്കുന്നില്ല. ദൈവ സ്നേഹമാണോ? കുടിക്കാനുള്ള വെള്ളം ഇവിടെ ഉണ്ട്, കഴിക്കാനുള്ള ആഹാരം ഇവിടെയുണ്ട്, നടക്കാനുള്ള, നമുക്ക് കാലുറപ്പിച്ച് നടക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്, നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയുള്ള വക ദൈവം തരുന്നുണ്ട്. ഇതെല്ലാം ദൈവം ഒരുക്കി വെച്ചിട്ടാണ് മനുഷ്യനെ നിർമ്മിച്ചത് കേട്ടോ. ഈ പ്രപഞ്ചം കാണുന്ന ഏതൊരു വ്യക്തിക്കും, കുഞ്ഞെ, സഹോദര, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തെ ഞാൻ അറിഞ്ഞില്ല, ദൈവത്തെ എനിക്ക് അറിയത്തില്ലെന്ന് ഒരൊറ്റ വ്യക്തിക്ക് അറിയാനുള്ള വഴിയുണ്ടായില്ല എന്ന് ഒറ്റ വ്യക്തിക്ക് പറയാൻ കഴിയില്ല. ഈ അന്തരീക്ഷത്തിലെ വായു, ശുദ്ധവായു ശ്വസിക്കുന്നവൻ ദൈവം ഉണ്ടെന്നറിയണം. ദൈവം ഉണ്ടെന്നറിയും. സ്തോത്രം. ഇതൊക്കെയാണ് ഈ തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവിക സത്യങ്ങൾ, ആത്മിക സത്യങ്ങൾ അറിയാൻ ദൈവം അവന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന മഹാഗ്രന്ഥമാണ് ഈ നിർമ്മിത പ്രപഞ്ചം. ഒന്ന് മനസ്സിലാകുന്നെന്ന് ഞാൻ വിചാരിക്കും. രണ്ടാമത്, ആത്മീക സത്യങ്ങൾ, ദൈവിക സത്യങ്ങൾ ഒരു മനുഷ്യനിൽ എത്തുന്നതിനുള്ള രണ്ടാമത്തെ മുഖാന്തരം വേദപുസ്തകം അത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ അതാ കണ്ടത്. ദൈവം നേരിട്ട് മനുഷ്യനോട് ഇടപെടുന്നതാണ്. ദൈവം നേരിട്ട് മനുഷ്യനോട് സംസാരിക്കുന്നതാണ്. ദൈവം നേരിട്ട് മനുഷ്യനെ പഠിപ്പിക്കുന്നതാണ്. യെശയ്യാ പ്രവചനം നമ്മൾ വായിച്ച വാക്യം, നമ്മൾ കണ്ട വാക്യം, 54 അധ്യായത്തിന്റെ 13 വചനത്തിൽ അതാണ് കർത്താവ് ഇവിടെ യോഹന്നാൻ സുവിശേഷം 6 അധ്യായത്തിന്റെ 45 വാക്യത്തിൽ ഉദ്ധരിക്കുന്നത്. എന്താ? ദൈവം മനുഷ്യനെ പഠിപ്പിക്കുന്നു, ദൈവം മനുഷ്യനോട് ഏർപ്പെടുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇത് പഴയ നിയമത്തിലാണ് പ്രധാനമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം ഡയറക്റ്റായിട്ട്, ആദത്തിനോട് ഡയറക്റ്റായിട്ട്, ഹാബേലിനോട്, കയീനോട്, നോഹയോട്, അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട്, പഴയ നിയമ പിതാക്കന്മാരോട് എല്ലാം. ഇതിനി പോട്ടെ, ഞാൻ അതൊക്കെ അങ്ങോട്ടൊന്ന് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു എടുത്തിയാട്ടം നടത്തി പറയട്ടെ. മോശയോട്, എന്റെ ദാസനായ അബ്രഹാമിനോട് മറച്ചു വെച്ച് ഞാൻ ഒന്നും ചെയ്യില്ല. ഉൽപ്പത്തി 18 അധ്യായം. പിന്നെ യോവേൽ പ്രവചനത്തിൽ പ്രവാചകൻ പറഞ്ഞു, എന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അറിയിക്കാതെ ഞാൻ ഒന്നും ചെയ്യുകയില്ല. ദൈവം തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. 103 സങ്കീർത്തനം. ദൈവം ഡയറക്റ്റ് മനുഷ്യനെ പഠിപ്പിക്കുക. ഒന്ന്, ഈ പ്രപഞ്ചത്തിലൂടെ മനുഷ്യൻ അറിയേണ്ട ആത്മീയ സത്യങ്ങൾ ദൈവം പഠിപ്പിക്കുന്നു. 2, ദൈവം നേരിട്ട് മനുഷ്യനെ പഠിപ്പിക്കുക. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ദൈവം നേരിട്ട് പഠിപ്പിച്ചിട്ടും പഠിക്കാനും കർത്താവിങ്കിലേക്ക് വരാനും യേശുവിങ്കിലേക്ക് വരാനും മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് എത്രയോ ദുഃഖകരമായ കാര്യമാണ്. ദൈവം നേരിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ, ഞാനൊരു ആശയം കൂടി ഇതിനോട് ചേർത്ത് വെക്കട്ടെ, ആരും ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ദൈവം നേരിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ പഴയ നിയമ പ്രവാചകന്മാരിലൂടെ, എഴുത്തുകാരിലൂടെ ദൈവം രേഖയാക്കി ജനത്തിന് കൊടുത്തു. കേൾക്കണേ, ഞാൻ പറയുന്നത്, ദൈവം രേഖയാക്കി ജനത്തിന് കൊടുത്തു.
യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ജനം കർത്താവായ യേശുവിനെ കാണുക മാത്രമല്ല, പിന്നെ യേശുവിനെ കുറിച്ച് ദൈവം നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ഒരു പുസ്തകമായി ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ യേശുവിനെ കൊന്നുകളഞ്ഞു. അവർ യേശുവിന്റെ അടുക്കൽ വന്നില്ല. കണ്ടോ? ദൈവം ഡയറക്റ്റായിട്ട്, നേരിട്ട് ദൈവം പഠിപ്പിച്ചു. ഇതാണ് രണ്ടാമത്തെ മാർഗം. മൂന്നാമത്തെ മാർഗം, സ്തോത്രം, ദൈവം പ്രപഞ്ചത്തിലൂടെ, ഒന്ന്. രണ്ട്, ദൈവം നേരിട്ട്. മൂന്നാമത് നമുക്ക് നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, 1-ന്റെ 1-ാം വചനം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അന്നോ ഇതിൽ കൂടുതൽ ദൈവം എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ മാർഗം, മനുഷ്യൻ ദൈവീക മൂല്യങ്ങൾ, ദൈവീക സത്യങ്ങൾ, ആത്മീയ സത്യങ്ങൾ, അവന്റെ രക്ഷയെ കുറിച്ച് ഉൾപ്പെടെയുള്ള മുഴുവൻ സത്യങ്ങളും അവൻ അറിയേണ്ടതിന് ദൈവം ഒടുവിൽ എന്ത് ചെയ്തു? തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു. വാക്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും. ഇതേ ഈ ആശയത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. യേശുക്രിസ്തു താൻ തന്നെ പറയുന്നുണ്ട്, യഹൂദന്മാരോട് പറയുന്നുണ്ട്, ഞാൻ വന്ന് നിങ്ങളോട് സംസാരിക്കാതിരുന്നിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒഴികഴിവുണ്ടാകുമായിരുന്നു. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾക്കിനി ഒഴികഴിവില്ല. കാരണം എന്താ? ഞാൻ ഡയറക്റ്റായിട്ട് വന്ന് നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നോടും നിങ്ങളോടും അന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് ജീവിച്ചിരുന്നവരോട് മാത്രമല്ല, ചരിത്രത്തിലുള്ള സകല മനുഷ്യരോടും യേശുക്രിസ്തു ഇന്നും ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അറിയേണ്ട ആത്മീക സത്യങ്ങൾ. ഞാൻ ഒരു വാചകം കൂടെ എ ടു ഇസഡ് മനുഷ്യൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണോ അത് മുഴുവൻ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് സംസാരിച്ചിരിക്കുക. അതിന്ന് ജനം കേൾക്കുക, അതിന്ന് ജനം വായിക്കുക. കർത്താവിന്റെ അടുക്കൽ ചെല്ലാനുള്ള മൂന്നാമത്തെ മാർഗമായത്. ഒന്ന്, ഈ പ്രപഞ്ചം നോക്കിയാൽ സ്നേഹനിധിയായ ദൈവത്തെയും തൻ്റെ പുത്രനെയും കാണാൻ പറ്റും. രണ്ട്, ദൈവത്തിൽ നിന്ന് പഠിച്ചാൽ സ്നേഹനിധിയായ ദൈവത്തെയും ദൈവത്തിന്റെ പുത്രനെയും കാണാൻ കഴിയും. മൂന്ന്, ദൈവപുത്രനായ കർത്താവായ യേശുവിനെ കേട്ടാൽ, യേശുവിൽ നിന്ന് ആത്മീക സത്യം ഉൾക്കൊണ്ടാൽ ഏതൊരു വ്യക്തിക്കും കർത്താവായ യേശുവിന്റെ അടുക്കൽ ചെല്ലാം. അതിന് ദൈവം വച്ചിരിക്കുന്ന മാർഗങ്ങളിൽ മൂന്നാമത്തെ അനുഗ്രഹീതമായ മാർഗമാണ് ഏത്? യേശുക്രിസ്തു നേരിട്ട് വന്ന് മനുഷ്യനോട് സംസാരിച്ചു എന്നുള്ളത്. മൂന്നാമത് നാലാമത്തെ മാർഗം, ദൈവം ആത്മീക സത്യങ്ങൾ മനുഷ്യനോട് സംവദിക്കുന്ന, മനുഷ്യനോട് പങ്കിടുന്ന നാലാമത്തെ മാർഗം ഏതാണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. യോഹന്നാൻ 14:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ
നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, സമയലാഭത്തിന് വേണ്ടി കേട്ടോ. ഇതൊക്കെ ഞാനങ്ങ് ഓടിച്ചു പറഞ്ഞു കൊടുക്കുന്ന നിങ്ങളൊക്കെ മണിക്കൂറുകളെടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. ദൈവം ക്രിസ്തുവിങ്കലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കാൻ ഉപയോഗിക്കുന്ന നാലാമത്തെ മാർഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവം ഉപയോഗിക്കുന്ന നാലാമത്തെ മാർഗം. എന്താ ആ വചനം? ഞാൻ ഒരു വട്ടം കൂടെ ഒന്ന് വായിച്ചു പോകാം, വിശദീകരിക്കുകയല്ല, വായിച്ചു പോകാം. എന്താ? പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കണ്ടോ? ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് He shall teach you all things. He shall teach you all things. ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം എന്റെ നാമത്തിൽ പിതാവായ ദൈവം അയക്കാനുള്ള പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. സ്തോത്രം. ഈ കാലഘട്ടത്തെ അറിയപ്പെടുന്നത് 3 പേരുകളിലാണ് അല്ലെ? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? 1 സഭായുഗം, 2 കൃപായുഗം, 3 പരിശുദ്ധാത്മയുഗം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം പരിശുദ്ധാത്മ യുഗമാണ്. എന്താ പരിശുദ്ധാത്മാവിന്റെ ജോലി? കേട്ടോ, ആരും വേറെ ദുരുപദേശങ്ങളിലേക്കൊന്നും പോകരുതേ, ഒന്നും പോകരുത് കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ജോലി എന്താ? യേശു ക്രിസ്തുവിനെ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. കേട്ടോ, യേശു ക്രിസ്തുവിനെ ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. 16:8 വാക്യം, യോഹന്നാൻ 16:8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കേട്ടോ, യേശുക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്ന മഹത്തായ ജോലി നിവർത്തിക്കാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത്. പാപബോധം വരുത്തിയിട്ട്, ഒരു വ്യക്തിയെ പാപബോധം വരുത്തിയിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി. എന്താ പാപം, എന്താ നീതി, എന്താ ന്യായവിധി? ഇത് 3 അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ മിണ്ടുന്നില്ല. ഇത് ബോധം നമ്മൾ 14-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം. ഈ ബോധം വരുത്തിയിട്ട് ഇതിനെല്ലാം ദൈവം നൽകിയ ഏക ഉത്തരമാണ് യേശു ക്രിസ്തു എന്ന് ജനത്തെ പഠിപ്പിക്കുന്ന ജോലിയാണ് പരിശുദ്ധാത്മാവിന്റെ ജോലി. കണ്ടോ? അപ്പോൾ ഒരു വ്യക്തിയെ ക്രിസ്തുവിങ്കലേക്ക് നയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന 4-ാമത്തെ മാർഗം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. 5 നോക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ, കൂടുതലും യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മുടെ പഠന ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇതിന് ഉപോത്ബലമായ വചനങ്ങൾ കണ്ടെത്തുന്നത്. 5-ാം അധ്യായം നോക്കാട്ടെ. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം. 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. കണ്ടോ? യേശുക്രിസ്തുവിങ്കലേക്ക് ജനത്തെ നടത്താനുള്ള 5-ാമത്തെ മാർഗം. സ്തോത്രം. ഞാൻ പറയുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഇങ്ങോട്ടൊന്ന് പറയാമോ? ഉത്തരം ദൈവത്തിന്റെ വചനമാണ്, തിരുവെഴുത്താണ്. ദ ഹോളി സ്ക്രിപ്ചേഴ്സ്, ദൈവത്തിന്റെ വചനം. സ്തോത്രം, സ്തോത്രം. ഒരു വട്ടം കൂടെ ഞാൻ സ്തോത്രം പറയും. സ്തോത്രം.
എന്താ കാര്യം എന്നറിയാമോ? ഈ പുസ്തകം തുറന്ന് വായിക്കുന്നവർക്ക് ഈ പുസ്തകത്തിൽ മുഴുവൻ കാണാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശുവാണ്. സ്തോത്രം. 40-ാം സങ്കീർത്തനം നമ്മൾ പലതവണ ചിന്തിക്കുകയുണ്ടായല്ലോ. ആ 40-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിലൊരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നോക്കിയേ, ആ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പിന്നെ എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്ന, നമ്മൾ സാധാരണ ഈ വാക്യം വേറെ പല ആശയങ്ങൾ വ്യക്തമാക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്താ അവിടെ ഒരു വലിയ സത്യം ഒളിഞ്ഞു കിടക്കുന്ന? കണ്ടോ, എന്താ? ഇതാ ഞാൻ വരുന്നു. അടുത്ത വാചകം, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഏതാ പുസ്തക ചുരുള്? പഴയ നിയമ തിരുവെഴുത്തുകളാണ്. ചുരുളെന്ന് പറയാൻ കാരണം, ആദിമകാലങ്ങളിൽ ന്യായപ്രമാണ പഴയ നിയമ പുസ്തകങ്ങൾ എഴുതി സൂക്ഷിച്ചത് തുകൽ ചുരുളുകളിലാണ്. എന്നിട്ട് തുകലിൽ എഴുതി അത് ചുരുളുകളാക്കി ഇങ്ങനെ റോള് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക. അതാണ് ചുരുൾ, പുസ്തക ചുരുൾ. ഇതിനകത്ത് ആരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? എന്റെ ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പ്രസംഗമോ ഒരു വേറൊരാളുടെ പഠനമോ കൂടാതെ യേശുവിനെ കണ്ടെത്താൻ കഴിയും. അരവിന്ദാക്ഷ മേനോൻ, ഡോക്ടർ അരവിന്ദാക്ഷ മേനോൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തില് താന് ഒരു വലിയ പണ്ഡിതന്റെ അടുക്കൽ ചെന്ന് സംസാരിച്ച കാര്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: അദ്ദേഹത്തോട് ഒരാള് സംസാരിച്ചപ്പോൾ, ഒരു പണ്ഡിതനായ വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞത്, യഥാർത്ഥത്തിൽ യജ്ഞപുരുഷൻ, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച യജ്ഞപുരുഷൻ ക്രിസ്തുവാണ്. നീ ഒരു കാര്യം ചെയ്, അതെനിക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അമ്മാവനാണ് സംസാരിച്ചത്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതെനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ വേറെ ഒന്നും ചെയ്യണ്ട, ബൈബിള് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ അരവിന്ദാക്ഷ മേനോൻ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയതും ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതും വേറൊരാള് സുവിശേഷം പറഞ്ഞിട്ടല്ല, ബൈബിൾ വായിച്ചാണ്. എൻ്റെ ഏറ്റവും അടുത്ത ആത്മീക സൗഹൃദത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന പലരും അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് PS തമ്പാന്റെ ഗുരുവാണെന്നാണ് പറയാറുള്ളത്. തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പ്രസംഗം കേട്ടല്ല അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്, അദ്ദേഹം ബൈബിൾ വായിച്ചാ രക്ഷിക്കപ്പെട്ടത്. കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. ബൈബിൾ വായിക്കാത്തവൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, അറിയാൻ കഴിയത്തുമില്ല. ബൈബിൾ കൂടാതെയുള്ള ക്രിസ്തു പരിജ്ഞാനം വെറും ഇന്റലക്ച്വൽ ആയിട്ടുള്ള നോളജാണ്, ബൗദ്ധികമായ നോളജാണ്. അത് ആത്മാവില്ലാത്ത ശരീരമാണ്. കേട്ടോ, ആ വ്യക്തിയുടെ പരിജ്ഞാനം, ജ്ഞാനമെന്ന് പറയുന്നത് ആത്മാവില്ലാത്ത കേവലം ശരീരം മാത്രമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് പരിചയപ്പെടുത്തുന്ന അമൂല്യമായ മാർഗമാണ് വിശുദ്ധ വേദപുസ്തകം. ഞാൻ ഒരു വചനം കൂടെ ഇതോട് ചേർത്ത്, നമ്മുടെ കർത്താവ് യേശു തമ്പുരാൻ തന്നെ പറഞ്ഞ ഒരു വചനം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം
24-ാം അധ്യായമാണ്. പുനരുത്ഥാനം ചെയ്ത കർത്താവ് എമ്മൗസിലേക്ക് പോയ 2 പേരോടും, ക്ലയോപ്പാവും ഭാര്യയുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു, ആ 2 പേരോടും തുടർന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴും അവിടെ വ്യക്തമാക്കപ്പെടുന്ന ഒരു വലിയ സത്യം കർത്താവ് പറയുന്നുണ്ട്. എന്താ? ദൈവവചനം എന്ന് പറഞ്ഞാൽ, അക്കാലത്ത് ദൈവവചനം എന്ന് പറഞ്ഞാൽ ഏതാ? പഴയ നിയമം മാത്രമേ ഉള്ളൂ. 44-ാം വാക്യം നോക്കുക. 44. പിന്നെ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം എന്നുള്ളത് തന്നെ. സൗകര്യം കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ എന്റെ ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവര് 13-ാം വാക്യം മുതൽ, ഈ 24-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം മുതൽ അവസാനം വരെ വായിക്കണം കേട്ടോ. അപ്പോൾ തിരുവെഴുത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങള് വളരെ 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 ശക്തമായിട്ട് ഓർക്കുവാൻ ആവശ്യമുള്ള ഒരു ഭാഗമാണ്, പഠിക്കാൻ ആവശ്യമുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു എന്നാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, 39-ാം വാക്യത്തിൽ വായിച്ചത്, 5:39. എന്നാൽ ശരിക്കും ആ വചനം എന്താണ്, എങ്ങനെയാണ് നമ്മൾ കണ്ടായിരുന്നു? എന്താ? നിങ്ങൾ തിരുവെഴുത്ത് ശോധന ചെയ്താൽ അത് എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചും ഞാൻ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ വിഷയത്തോട് ചേർത്ത് ഞാനൊരു അത് ആവർത്തിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുക, പൊറുക്കുക. നമ്മുടെ ശരീരത്തിൽ എവിടെ മുറിവുണ്ടായാലും കേട്ടോ, ഈ ശരീരത്തിൽ എവിടെ മുറിവുണ്ടായാലും അവിടെ നിന്നെല്ലാം രക്തം വരും. അതുപോലെ ഈ ബൈബിളിന്റെ ഏത് ഭാഗം മുറിച്ചെടുത്ത് നോക്കിയാലും യേശുവിന്റെ ക്രൂശ് മരണവും മാനവജാതിയെ രക്ഷിക്കുവാനുള്ള പാപമോചനത്തിനായുള്ള ക്രിസ്തുവിന്റെ രക്തവും കണ്ടെത്താൻ കഴിയും. സ്തോത്രം. ഉണ്ടോ? എത്രയോ അനുഗ്രഹീതമായ യാഥാർത്ഥ്യമാണ്. ദൈവം ഇത്രയും വലിയൊരു പുസ്തകം നമ്മൾക്ക് തന്നത് എന്തിനാണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ ഉണ്ടെന്താ? യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെയും ജനം അറിയുവാൻ വേണ്ടിയാണ്. 5-ാമത്തെ മാർഗം ഇതാണ്. 6-ാമത്തെ ഒടുവിലത്തെ മാർഗം യേശുക്രിസ്തുവിങ്കലേക്ക് ഒരു വ്യക്തി ആകർഷിക്കപ്പെടാൻ ചെല്ലാനുള്ള ദൈവം വെച്ചിരിക്കുന്ന 6-ാമത്തെ മാർഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ന്റെ 1-ാം തന്നെയാണ്. എന്താ? അത് നമ്മൾ മുമ്പേ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടു. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും ആര് മുഖാന്തരം? പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചു. ഒരു വ്യക്തിയെ ക്രിസ്തുവിങ്കലേക്ക് നടത്താൻ ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളിൽ ഒരുപാട് മാർഗങ്ങൾ ഇനിയും കണ്ടെത്താൻ കഴിയുമായിരിക്കും. എന്നാൽ നമ്മുടെ ക്ലാസ്സിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന 6-ാമത്തെയും അവസാനത്തെയും മാർഗം ഇതാണെന്ത്? പ്രവാചകന്മാർ മുഖാന്തരം യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിതാക്കന്മാരോട് അരുളി ചെയ്തു. നമ്മൾക്ക് ഈ ഭാഗം നമ്മൾക്കൊന്ന് പത്രോസിന്റെ വചനവുമായിട്ടൊന്ന് ചേർത്ത് വെച്ച് നോക്കാം. പത്രോസ് പറയുന്ന കാര്യം എന്താണ്? 2 പത്രോസ് 1-ാം അധ്യായം, പത്രോസിന്റെ 2-ാമത്തെ ലേഖനം
1-ാം അധ്യായത്തില് പത്രോസ് ഇത് സംബന്ധിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം ഈ ഭാഗത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കണം, 19-ാം വാക്യം. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമ്മൾക്കുണ്ട്. ഈ പ്രവാചകവാക്യം എന്തിനാണ്? പ്രവാചകന്മാർ മുഖാന്തരം തിരുവഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഞാൻ വേഗം പറയട്ടെ. അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 20-21 തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. ഇതൊക്കെ ഞാൻ നേരിട്ട് വന്ന് അടിമാലിയിലൊക്കെ വന്ന് ക്ലാസ് എടുക്കേണ്ട കാര്യമാണ് എന്ന് എനിക്കറിയാം. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. എന്നിട്ട് 21-ാമത്തെ വചനം നോക്കിയേ. പ്രവചനിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ചിട്ട് പ്രവാചകന്മാർ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു. കേട്ടോ? പഴയ നിയമം ആ പ്രവാചകന്മാരുടെ ശബ്ദമാണ്, ആ പ്രവാചകന്മാരുടെ എഴുത്താണ്, ആ പ്രവചന വചനം. അത് എന്താ? നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യും. പ്രവചനം കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങൾ. ഞാന് എളിമയോട് ഒരു വസ്തുത കൂടെ പറഞ്ഞ് മുന്നോട്ട് പോകാം. പുതിയ നിയമത്തിലെ പ്രവചനങ്ങൾ ധാരാളമുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ പ്രവചന രൂപേണ സംസാരിച്ചിട്ടുണ്ട്. പ്രവചന വചനം, കർത്താവിന്റെ വചനങ്ങളുണ്ട്. ഈ പ്രവാചകന്മാർ മുഖാന്തരം കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഇനി ബൈബിൾ അവസാനിക്കുന്നത്, കേട്ടോ, ബൈബിൾ അവസാനിക്കുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി, ധ്യാനിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. എന്താ? വെളിപാട് പുസ്തകം 22 അധ്യായങ്ങളുള്ള മഹത്തായ പുസ്തകം. അതിന്റെ പേരെന്താന്നറിയാമോ? ഈ വെളിപാട് പുസ്തകത്തിന്റെ പേരെന്താന്നറിയാമോ? 1-3 നോക്കിയേ. ഞാൻ ഒരു വചനമേ വായിക്കുന്നുള്ളൂ. 22-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്. 3-ാം വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും. ഏത്? ഈ പ്രവചനത്തിന്റെ, കണ്ടോ? വെളിപാട് പുസ്തകം 22 അധ്യായവും. എന്താ ഈ പുസ്തകത്തിന്റെ പേരെന്താ? ഇത് പ്രവചന പുസ്തകമാണ്. 22-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളോട് ഒന്ന് കൂട്ടിയാൽ, അതിൽ നിന്നൊന്ന് കുറച്ചാൽ അവന് വരുന്ന ബാധകളെ കുറിച്ച്, അവന് നിഷേധിക്കപ്പെടുന്ന ക്രിസ്തുവിനോടുകൂടെയുള്ള വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകം എന്താ? പ്രവചന പുസ്തകമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് നടന്ന ഒരു സംഭവം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതും ഒരു സുവിശേഷകനാ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു ദൈവനിന്ദയാ, ഒരു വചന നിഷേധമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ബ്രദർ സമൂഹത്തിന് പുറത്തുള്ള ആളുമല്ല പറഞ്ഞു. ദുഃഖത്തോടെ ഞാനത് ആവർത്തിക്കേണ്ടി വരുന്നതിൽ ഖേദിക്കുക.
അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാം? എന്താണെന്നറിയാം? ഈ വെളിപാട് പുസ്തകമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നടക്കാനുള്ള കാര്യമില്ല. അതിനൊത്തനാ പഠിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും പ്രിയപ്പെട്ടവരെ. ആ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഇത് പ്രവചന പുസ്തകമാണ്. 2, ഇത് വായിച്ച് കേൾപ്പിക്കുന്നത് ഭാഗ്യമാണ്. ഇത് വായിച്ച് കേൾക്കുന്നത് ഭാഗ്യമാണ്. ഇതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നത് ഭാഗ്യമാണ്. വേറൊരു പുസ്തകത്തെ, എല്ലാ പുസ്തകങ്ങളും വായിച്ചാൽ ഭാഗ്യമൊക്കെ ഉണ്ട്, പക്ഷെ വേറൊരു പുസ്തകത്തെ കുറിച്ചും ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇങ്ങനെ ചേർത്തിട്ടില്ല കേട്ടോ. 1:3 ഇങ്ങനെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തെ അവഗണിക്കുന്നത് ദൈവനിന്ദയാണ്, തിരുവെഴുത്തിനോടുള്ള ഏറ്റവും വലിയ നിഷേധമാണ്. അത് പ്രവചന പുസ്തകമാണ്. പ്രവചനവാക്യവും അധികം സ്ഥിരമായിട്ടുണ്ട്. ഈ പ്രവചനം വായിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നേരം വെളുക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യും. സ്തോത്രം. ഇത് പ്രവചന പുസ്തകങ്ങളുടെ, പ്രവാചകന്മാരുടെ ദൗത്യമാണ്. സ്തോത്രം. പത്രോസ് തന്നെ ഈ വലിയ സത്യം പറയുമ്പോൾ കേട്ടോ, ഞാൻ ഈ പറയുന്ന വചനം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പത്രോസ് തന്നെ പറയും, അവർ തങ്ങൾക്കായിട്ടല്ല നമ്മൾക്കായിട്ടാണ് ആ ജോലി ചെയ്തത്. പ്രവാചകന്മാരാരും തങ്ങൾക്ക് വേണ്ടിയല്ല ഈ രക്ഷയെ ആരാധിച്ച പ്രവാചകന്മാർ ആ ജോലി ചെയ്തത് തങ്ങൾക്ക് വേണ്ടി അല്ല. നോക്കണം, അതും 2 പത്രോസ് 1-ാം അധ്യായത്തിൽ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടിയാണ് ആ ശുശ്രൂഷ അവർ ചെയ്തത് എന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു എന്നുള്ളതാണ് സത്യം. കണ്ടോ? അവർ പ്രവാചകന്മാർ തങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾക്ക് വേണ്ടിയാണ് ആ ശുശ്രൂഷ അവർ ചെയ്തത് എന്ന് പത്രോസ് താൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വരുവാനുള്ള പത്രോസിന്റെ 2-ാം ലേഖനമല്ല കേട്ടോ, 1-ാം ലേഖനം, 1-ാം അധ്യായത്തിൽ നോക്കണം, 10-ാം വാക്യം ഇതൊക്കെ അങ്ങോട്ട് ചേർത്ത് ലിങ്ക് ചേർത്ത് വെച്ച് പഠിച്ചാൽ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട്. 10-ാം വാക്യം നോക്കി, നിങ്ങൾക്ക് വരുവാനുള്ള കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ സ്തോത്രം. എനിക്കിത് വ്യാഖ്യാനിക്കാൻ സമയം പോരാ പ്രിയപ്പെട്ടവരെ. ഈ രക്ഷ ഈ രക്ഷയെ കുറിച്ച്, നമുക്ക് ലഭിക്കാൻ പോകുന്ന രക്ഷയെ കുറിച്ച് അവര് പ്രവചിച്ചു വെച്ചു. നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ രക്ഷയെ കുറിച്ചുള്ള രക്ഷയെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ ഈ രക്ഷ ആർക്കുള്ളതാണെന്നറിയാവോ? അവർക്കും രക്ഷയുണ്ട്, പക്ഷേ ഈ രക്ഷയ്ക്ക് വ്യത്യാസമുണ്ട്. 11-ാം വാക്യം, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പ് കൂട്ടി. ഇതെല്ലാം ഈ വിഷയത്തോട് ചേർന്ന് കിടക്കുന്ന, ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ് കേട്ടോ. സാക്ഷീകരിച്ചപ്പോൾ അവർ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ ഉള്ളത് പ്രവാചകന്മാർ നോക്കി. എന്നിട്ട് അടുത്ത് നോക്കിയേ കഴിഞ്ഞ എന്താ? തങ്ങൾക്കല്ല, പിന്നെ നിങ്ങൾക്കായിട്ടത്രേ തങ്ങളാ ശുശ്രൂഷ. പ്രവാചകന്മാർ ആ വലിയ ശുശ്രൂഷ ചെയ്തത് അവർക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട നമുക്ക് വേണ്ടിയായിരുന്നു.
ആ വലിയ ശുശ്രൂഷ ചെയ്തത്. സ്തോത്രം. ക്രിസ്തുവിങ്കലേക്ക് ഓരോ വ്യക്തിയും ആനയിക്കപ്പെടാൻ ദൈവം വച്ചിരിക്കുന്ന മാർഗങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടെത്താൻ ശ്രമിച്ചത്. ഞാൻ ഇതിനോട് ചേർത്ത് ഒരു കർത്താവ് പറഞ്ഞ ഒരു ഉപമ ഇതിനോട് ചേർത്ത് വെച്ച് കഴിയുമ്പോൾ സംഗതി ശരിയാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തില്, മത്തായി സുവിശേഷം 21 അധ്യായത്തിന്റെ 33 മുതലുള്ള വചനങ്ങൾ. 21ന്റെ 33 മുതൽ. മറ്റൊരു ഉപമ കേൾപ്പിൻ. ആ ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ടു, ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോട് അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ എന്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കലേക്ക് അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവിൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു. ഇതെല്ലാം നമ്മളിപ്പോ ചിന്തിച്ച മിക്കവാറും എല്ലാ ആശയങ്ങളും യേശുതമ്പുരാൻ പറഞ്ഞ ഈ ഒരൊറ്റ ഉപമയിലുണ്ട്, അല്ലേ? എന്താ? ഒരു വലിയ മുന്തിരിത്തോട്ടം. ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ഫലമെടുക്കാൻ വേണ്ടി ആ മുന്തിരിത്തോട്ടത്തിന്റെ ധനികനായ ഉടമസ്ഥൻ എന്ത് ചെയ്തു? തൻ്റെ ദാസന്മാരെ അയക്കുക. ഈ ദാസന്മാരെ അയച്ചിട്ട് പറഞ്ഞു, അവരോട് ഓരോ കാലഘട്ടത്തിൽ വന്നവരെല്ലാം ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്, ഉടമസ്ഥനെ കുറിച്ച്, ആ ഉടമസ്ഥന്റെ ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഫലമെടുക്കാൻ അനുവദിക്കാതെ ആ ദാസന്മാരെ കൊന്നുകളഞ്ഞു. ഇനിയും അടുത്ത 35 വാക്യത്തിലാണ്. 36 വാക്യത്തിൽ പറയുന്നു, അനേക ദാസന്മാരെ അയച്ചു. ആദ്യം ദാസന്മാരെ അയച്ചപ്പോ കല്ലെറിഞ്ഞു. രണ്ടാമതെന്താ ചെയ്ത്? മുമ്പലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു, അവരോടും അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ എന്റെ മകനെ ശങ്കിക്കും എന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ അയച്ചു. ഈ മകനെ ഇവിടെ എന്താ ചെയ്തത്? ഇവൻ അവകാശിയാണ്, വരുവീൻ, നാം അവനെ കൊന്നവന്റെ അവകാശം കൈവശമാക്കുക എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് തോട്ടത്തിന് പുറത്താക്കി. നഗരവാതിലിന് പുറത്തു വെച്ച് യേശു കഷ്ടം അനുഭവിച്ചു. നഗരത്തിന് പുറത്താക്കി. യെരുശലേമിന് പുറത്ത് യേശുവിനെ കൊണ്ടുവന്നു. നഗരവാതിലിന് പുറത്താക്കിയിട്ട് എന്ത് ചെയ്തു? അവനെ കൊന്നുകളഞ്ഞു. തന്റെ പുത്രനെ സ്നേഹിക്കാൻ, പുത്രനെ സ്വീകരിക്കാൻ, പുത്രനെ ചുംബിക്കാൻ, പുത്രനിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കാൻ ദൈവം വച്ച ആ മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാർ അവരെന്താ ചെയ്തത്? തന്റെ പുത്രനെ കൊന്നുകളഞ്ഞു. പ്രവാചകന്മാരെ കൊന്നു. ദൈവം അയച്ച പ്രവാചകന്മാരെ കൊന്നു. പോരാ, തന്റെ സ്വന്തം പുത്രനെ കൊന്നുകളഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ആ ഭാഗത്തു നിന്ന് മാറട്ടെ. അവിടെ ഈ ഉപമ പറഞ്ഞിട്ട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 40 വാക്യം.
ഈ ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? ഉത്തരം കേട്ടോ. അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം തൻ്റെ ദാസന്മാരെ ദൈവപുത്രങ്കലേക്ക് ഇസ്രായേൽ ജനത്തെ നടത്താൻ ഓരോരുത്തരെ പുറകെ പ്രവാചകന്മാരെ അയച്ചു. ദൈവം തൻ്റെ ദാസന്മാരെ അയച്ചു. അവരെ കൊന്നു. ഒടുവിൽ ദൈവപുത്രനെ തന്നെ അയച്ചു. ദൈവം തൻ്റെ പുത്രനെ തന്നെ അയച്ചു. ആ ദൈവപുത്രനെ അവർ കൊന്നു. അതുകൊണ്ടൊരു ഗുണം തോന്നി, ഗുണം കൂടി. എന്താ? ആ തോട്ടം അവരുടെ പക്കൽ നിന്ന് എടുത്ത് പിന്നെ അതിന്റെ അനുഭവം കൊടുക്കുന്ന വേറെ ജാതി. ആ ജാതി ഏതാ? സ്തോത്രം. നാം ഓരോരുത്തർ. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് പറഞ്ഞ ഉപമകളൊന്നും ചെറിയ അർത്ഥമുള്ളതല്ല. ഇന്ന് നാം ഈ സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ അനുഭവിക്കുന്ന നന്മയുടെ കാരണം കേട്ടോ, ആ കുടിയാന്മാർ ചെയ്ത ക്രൂരതയുടെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. തിരുവഴുത്തിലെ അനുഗ്രഹീതമായ സത്യങ്ങൾ നോക്കുക. ഒരു വ്യക്തിയെ കർത്താവിങ്കലേക്ക് നയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. അതിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 45-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ആ വചനത്തിന്റെ അനുബന്ധമായി നമ്മളൊരു യാത്ര ചെയ്തതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നു നിൽക്കുന്നത്. എന്താ? ദൈവം പഠിപ്പിക്കുന്നവനല്ല. 45-ാം വചനം എന്താ? ദൈവം പഠിപ്പിച്ചത് എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്നെഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവരെല്ലാം എൻ്റെ അടുക്കൽ വരും. ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയണേ, ഒരു വ്യക്തി കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ ഈ 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്ന 3 മാർഗങ്ങളും നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ 6 മാർഗങ്ങളും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പിതാവ് നമ്മളെ ഈ ലോകത്തിൽ നിന്ന് പറിച്ചെടുത്ത് പുത്രന് കൊടുക്കുകയാണ്. 2, പിതാവ് നമ്മളെ പുത്രങ്കലേക്ക് ആകർഷിക്കുക, വലിച്ച് അടുപ്പിക്കുക. കണ്ടില്ലേ? വല വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുന്നത് പോലെ നമ്മളെ വലിച്ച് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുക. 3, ദൈവം തൻ്റെ ജനത്തെ ഉപദേശിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്തിന്? യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ഏറെ നേരം ധ്യാനിച്ചിരുന്ന് ദൈവജനത്തിന്റെ മുമ്പിലിരുന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു ഭാഗമുണ്ട്. ഇതിനോട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മളിപ്പോ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയവുമായിട്ട് ഏറെ അടുപ്പമുള്ള ഭാഗമാണല്ലോ. പുറപ്പാട് പുസ്തകം 45-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തില് യോസേഫ് എന്ന് പറയുന്ന ഭണ്ഡാര വിചാരകന്റെ അടുക്കൽ ധാന്യം കൈക്കൊള്ളുവാൻ യോസേഫിന്റെ സഹോദരന്മാർ ചെല്ലുന്ന രംഗമായിരുന്നു ഇന്ന് പകൽ ഞാൻ ധ്യാനിച്ചത്. അവിടെ 2 സത്യം ഞാൻ അവിടെ നിന്ന് കണ്ടെത്തിയത് ഈ വിഷയത്തോട് ചേർത്ത് പറഞ്ഞു. ഒരു വലിയ പഠനമാണത് കേട്ടോ.
അവിടെ രണ്ട് സത്യങ്ങൾ ഞാൻ കണ്ടത് ഒന്ന് പറയാം. 42-ാം അധ്യായത്തിൽ യാക്കോബ് പറയുന്ന ഒരു ഭാഗമാണ്. തന്റെ മക്കളെ വിളിച്ചിട്ട് 11 ഇപ്പൊ മുമ്പിലുള്ളല്ലോ ഇല്ലേ? യോസേഫ് എന്തിയെ? യോസേഫിനെ കൊന്നു ഇല്ലേ? ഇവരപ്പനോട് പറഞ്ഞിരിക്കുന്നത് എന്താ? യോസേഫ് മരിച്ചു പോയെന്ന. 20 വെള്ളിക്കാശിന് വിറ്റു, പൊട്ടക്കിണറ്റിലിട്ടു, മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. ആ യോസേപ്പിന്റെ വസ്ത്രം ആടിനെ കൊന്ന് രക്തത്തിൽ മുക്കി ഈ അപ്പന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഈ ബുദ്ധിമാന്മാരായ സമർത്ഥന്മാരായ സഹോദരന്മാര് പറഞ്ഞതേ കണ്ടു, നിന്റെ മകൻ യോസേപ്പിന്റെ അങ്കിയാണെന്ന് തോന്നുന്നു, ഞങ്ങൾ വന്ന് വഴിക്ക് കിട്ടിയതാ, അവനെ മൃഗം കടിച്ചു തിന്നുപോയി. യോസേപ്പ് മരിച്ചു. ആരുടെ മനസ്സിൽ? യാക്കോബിന്റെ മനസ്സിൽ. എന്നാൽ 42-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ എന്താ? മിശ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിശ്രയീമിൽ ധാന്യമുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. കേൾവിയാൽ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. ഞാൻ കേട്ടിരിക്കുന്നു. എന്താ ഞാൻ കേട്ടത്? മിശ്രയീമിൽ ധാന്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്തോത്രം. നാം മരിക്കാതെ ഇരിക്കേണ്ടതിന്, നമ്മുടെ ജീവൻ നിലനിൽക്കേണ്ടതിന്, നമ്മുടെ ജീവൻ ജീവരക്ഷ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യുക? ധാന്യം കൈക്കൊള്ളുവാൻ അവിടെ ചെല്ലുക, അവന്റെ അടുക്കൽ ചെല്ലുക. അപ്പൻ മക്കളെ പറഞ്ഞയക്കുകയാണ്. ആരുടെ അടുക്കലേക്ക്? യോസേപ്പിന്റെ അടുക്കലേക്ക്. സ്വർഗത്തിലെ പിതാവ് സകല മനുഷ്യരോടും തന്റെ മക്കളോടും പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ അവന്റെ അടുക്കൽ ചെല്ലണം. കണ്ടോ? ഇനിയും അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ജനമെല്ലാം ഫറവോനോട് നിലവിളിച്ചു, ഞങ്ങള് പട്ടിണി കിടന്ന് മരിക്കാൻ പോവുകയാണ്. ഫറവോനും പറയാനുള്ളത് ഒരു ഉത്തരമാണ്. എന്താ? യോസേപ്പിന്റെ അടുക്കൽ ചെല്ലുവേ. യോസേപ്പിന്റെ അടുക്കൽ ചെല്ലുക. നോക്കുക, 45-ാം അധ്യായത്തിലേക്ക് വരിക. അവിടെ ഇതിന്റെ കൺക്ലൂഷനായി പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുക. 5-ാം വാക്യം ആദ്യം, 45-ന്റെ 5. ഇതാര് പറയാമെന്നറിയാമോ? എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. ബ്രദറെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് യോസേപ്പിന്റെ വാക്കാ. 1 യാക്കോബിന്റെ പിതാവിന്റെ വാക്കാണ്. 2 മിശ്രയീമിന്റെ അധിപതിയായ ഫറവോന്റെ മഹാരാജാവിന്റെ വാക്കാണ്. 3 ഇവിടെ സംസാരിക്കുന്നത് സാക്ഷാൽ യോസേപ്പ് തന്നെ സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? 5-ാം വാക്യം ഇനി വായിച്ചായിട്ട്. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തല്ലിയവരോടും ഈ അടിച്ചെടുത്ത് പൊട്ടക്കണത്തിലിട്ടവരോടും മിശ്രയീമ്യ കച്ചവടക്കാർക്ക് വിറ്റവരോടും യോസേപ്പിന് ഒരു പരിഭവമില്ല, ഒരു വിരോധവുമില്ല. എന്താ തനിക്ക് പറയാനുള്ളത്? എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചതാണ്, എന്നെ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് അയച്ചതാണ്. ഇനി 7-ാം വാക്യം നോക്കട്ടെ. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയോ നിങ്ങളുടെ ജീവനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം.
യേശുവിനെ കൊന്നത് നമ്മളാണ്, യേശുവിനെ കുരിശിലേറ്റിയത് നമ്മളാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ കൊന്നത് കൊണ്ട് നിങ്ങൾ വിഷാദിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ജീവരക്ഷ വരുത്തുവാൻ വേണ്ടി. ദൈവത്തിന് സ്തോത്രം. ഈ ഭണ്ഡാരാധിപൻ ഇന്നും ഇവിടെയുണ്ട്. ജീവരക്ഷ പ്രാപിക്കേണ്ടതിന്, ആരും പട്ടിണി കിടന്ന് മരിക്കാതിരിക്കേണ്ടതിന്. ഞാൻ ഈ 6-ാം അധ്യായവുമായിട്ടൊന്ന് ചേർത്ത് വെച്ച്, നമ്മുടെ സമയമാകുന്നല്ലോ, ചേർത്ത് വെച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ? നിങ്ങൾ പട്ടിണി കിടക്കണ്ട, നിങ്ങൾക്ക് ആഹാരം തരുവാനാണ് എന്നെ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലോട്ട് നിങ്ങൾക്ക് മുമ്പേ ദൈവം അയച്ചത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഭണ്ഡാരത്തിൽ കിടന്ന ഗോതമ്പാണ്, ധാന്യമാണ് യോസേപ്പ് തന്റെ സഹോദരങ്ങൾക്ക് കൊടുത്തതെങ്കിൽ, മിശ്രയീമ്യർക്ക് കൊടുത്തതെങ്കിൽ, താൻ തന്നെ ആഹാരമായി നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ യോസേപ്പിന് പ്രസാദമായി. കാൽവരിയിലെ കുരിശിൽ മരിച്ച് ദൈവത്തിന്റെ ക്രോധത്തിന്റെ തീയിലൂടെ കടന്നുപോയി നമ്മൾക്ക് ഭക്ഷിക്കാനുള്ള അപ്പമായി പുറത്തു വന്ന് ആ കർത്താവ് പറയുകയാണ്, എന്നെ തിന്നാൽ അവൻ ഒരിക്കലും മരിക്കയില്ല, എന്നേക്കും ജീവിക്കും. തിരുവെഴുത്ത് എത്രയോ അനുഗ്രഹീതമാണ് പ്രിയപ്പെട്ടത്. ഇതുപോലെയുള്ള ആത്മീയ സത്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം തീർച്ചയായിട്ടും സന്തോഷിക്കുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വന്നാൽ മതി, എൻ്റെ അടുക്കൽ വന്നാൽ മതി. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല, ഒരു നാളും ദാഹിക്കയില്ല. 2, അവന് ജീവരക്ഷ കിട്ടും, അവൻ ഒരു നാളും മരിക്കയില്ല. ആ ഉൽപ്പത്തി 45 വചനമൊക്കെ നമ്മൾ ചേർത്താല്, യോസേപ്പ് കൊടുത്ത ആഹാരം കഴിക്കുന്നത് ഈ ഭൂമിയിൽ മരണത്തിനിപ്പുറം ചാകാതെ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മരണത്തിനപ്പുറം ഒരിക്കലും മരിക്കാതെ നിത്യജീവൻ നൽകുന്ന ജീവാഹാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം ഈ അനുഗ്രഹീതമായ യാഥാർത്ഥ്യങ്ങൾ ധ്യാനിക്കുന്തോറും എത്രയോ എത്രയോ വലിയ സത്യങ്ങളാണ് നമ്മൾക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ചു തരുന്നത്. അതിന് നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഞാൻ ഇന്ന് വേറെ ഒരു വിഷയത്തിലേക്ക് കയറുന്നില്ല. കാരണം ആ വിഷയത്തിലേക്ക് കയറിയാൽ ഇതിന്റെ മാധുര്യം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ജീവാഹമായി ആഹാരമായി തീർന്ന നല്ല ജോസഫായ നമ്മുടെ കർത്താവായ യേശുവിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയുടെ മഹാരാജാവ് ദൈവത്തിന്റെ കൽപ്പന കേട്ട് നിങ്ങൾ അവന്റെ അടുക്കൽ ചെല്ലുവീൻ എന്നുള്ള കൽപ്പന കേട്ട് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. പോരാ, ഈ പുത്രന്റെ പിതാവായ, ഈ ഏകജാതനായ പുത്രന്റെ പിതാവായ ദൈവം നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് രക്ഷയ്ക്ക് മാർഗമുണ്ട്. നിങ്ങൾ യോസേപ്പിന്റെ അടുക്കൽ ചെല്ലുവീൻ എന്ന് പറഞ്ഞ ആ കൽപ്പന കേട്ട് കർത്താവിന്റെ അടുക്കൽ ചെന്ന് ജീവരക്ഷ പ്രാപിക്കുവാൻ നമ്മൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മീയ സന്തോഷം വർദ്ധിക്കട്ടെ, കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. ഇത്ര വലിയ രക്ഷ വിശ്വാസത്താൽ
പ്രാപിക്കുവാൻ നമ്മൾക്ക് തന്ന പരിജ്ഞാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ.